എനിക്ക് യാദൃശികമായിട്ട് 2 ബക്കറ്റ് ബിരിയാണി കിട്ടി. യാദൃശികം എന്ന് പറഞ്ഞ അപ്സര ഹോട്ടലിന്റെ മുതലാളി പെട്ടെന്ന് ഇങ്ങോട്ട് കൊടുത്തു വിട്ടതാണ്. ഓരോ പുതിയ കാറ്ററിംഗിന്റെ പേരാണ് ആഹാ. അങ്ങനെ കൊട്ടി നോക്കുമ്പോൾ ലഗോൺ ചിക്കനിൽ ഒരു ദമ്മിട്ട ബിരിയാണിയും കുട്ടനിൽ ഒരു കാബരി റൈസ്. നോമ്പല്ല ആരോടും പറയാതെ ബാങ്ക് കൊടുക്കോളം കാത്തുനിന്ന് നോമ്പ് തുറന്നയക്കനെ കോയാമുണ്ണിന്റെ പെരേക്ക് ഇങ്ങനെ വരുന്നത്. ആ വരവും ഇരുത്തും തീറ്റയും കണ്ടിട്ട് ഇതെന്റെ വീടനല്ലേ എന്ന് ഞാൻ വരെ ഒന്ന് സംശയിച്ചു പോയി. സംഗതി ഇമ്മ അവനെ കണ്ടപ്പോൾ ബക്കറ്റിൽ ബിരിയാണി കൊണ്ടുവന്നിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ സാധു ബാത്റൂമിലൊക്കെ ഉപയോഗിക്കണ വലിയ ബക്കറ്റ് നിറച്ചും ബിരിയാണി ആണെന്ന് കരുതി വന്നത്. തറാവീന്റെ ഇടയിൽ എനിക്ക് ഉറക്കം വരുന്നു എന്നും പറഞ്ഞ് എങ്ങനെയൊക്കെയോ എണ്ണി തീർത്ത ഈ ചങ്ങായി റഫീഖ് ഉസ്താദ് മട്ടൻ അലീസ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടതും സക്കറാത്തിന്റെ ആയിലായ ഓ അലീസന്റെ മേലെ കിടന്നില്ല എന്നുള്ള ഓന്ത് പോലും ഇങ്ങനെ നിറമാറൂല. ഏതായാലും ഉസ്താദിന്റെ ഫുഡായ പത്തിരിയും വെള്ളപ്പവും മട്ടനും കടലക്കറിയുടെയും കാര്യത്തിലും കൂടി ഒരു തീരുമാനമായി കിട്ടി. ദാനധർമ്മിഷ്ടൻ സ്വന്തം ഫുഡ് കോയാമൂന് കൊടുത്ത് ഇവരാകണ്ടാച്ചിട്ട് ഒരു പ്ലേറ്റ് തട്ട് കാബരി ലഗോൺ ബിരിയാണി തിന്നിട്ടാണ് വരുന്നത്.